എല്ലാവർക്കും ഹായ്. നമ്മൾ കുറെ നാളായി കണ്ടിട്ട്. ഇന്നൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റീസെന്റ് ഒരു ഇൻസ്റ്റാ പേജിൽ ഞാൻ ഇൻസ്റ്റാ പേജിൽ ഞാനൊരു കമന്റ് ഇട്ട് ഏതോ ഒരു അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മീഡിയയുടെ ഇതിലാണ് ഞാൻ കമന്റ് ഇട്ടത്. ജസ്റ്റ് അതൊരു പോസ്റ്റ് ആയിരുന്നു, ജസ്റ്റ് പോസ്റ്റ് അല്ല, അങ്ങനെയല്ല പറഞ്ഞത്, ഒരു ഫോട്ടോ പോസ്റ്റ് ആയിരുന്നു. അതിൻ്റെ അകത്ത് ഇതാ പറയുന്നത്, ഗ്രീഷ്മയുടെ ഇഷ്യൂവിനെയാണ് 2022 നടന്ന ഒരു കേസാണല്ലോ ഗ്രീഷ്മ ഷാരോൺ ഇഷ്യൂ. എനിക്ക് തോന്നുന്നു 2022, 23, 24, 25, 26 ഇപ്പൊ 22 to 26 5 years ആയി. അന്ന് സത്യം പറഞ്ഞാല് 22-ല് ഞാൻ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞായിരുന്നു ഗ്രീഷ്മേനെ. പക്ഷെ ഈ 26-ൽ എനിക്കിപ്പോ 23 വയസ്സായി. അന്നത്തെ ഒരു ഏജ് അല്ലേ എനിക്കിപ്പോ. സോ അതുകൊണ്ട് ഞാൻ എന്റെ ചിന്തകളിലും മാറ്റം വന്നു. അപ്പം ഞാൻ ആ പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു, ഗ്രീഷ്മ ഷാരോന്റെ കുടുംബം അനുഭവിക്കുന്ന ഗ്രീഷ്മ കുറ്റം ചെയ്ത ആള് നിരപരാധിയായിട്ട് ഇതില് പരോളിനോ എന്തോ ഇറങ്ങും, പരോളിനാണോ ജാമ്യത്തിന് ഇറങ്ങും, അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ ഞാൻ ആ പോസ്റ്റിന്റെ അടിയിൽ അവർ സുഖിച്ച് നടക്കാവുന്ന ഒരു പുതിയ ജീവിതം തുടങ്ങുവാന്നൊക്കെ ഇട്ടേക്കും. അപ്പൊ ഞാൻ ആ പോസ്റ്റിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ടു, അവർക്കും ഉണ്ടാക്കില്ലേ പറയാൻ. ഇത്രയും ഞാൻ ഇട്ടു. ഈ ഒരു കുറ്റവാചകം ഞാൻ കമന്റ് ആയിട്ട് ഇട്ടിരുന്നു. അത് ഇന്നലെ എന്താണ് ഞാൻ കമന്റ് ഇട്ടത്. ഈ പോസ്റ്റ് ഇട്ട 22-ാം തീയതി ആയിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടു. എന്റെ പകുതി ഒരു 14 എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ആൾക്കാർ അതിന് റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ട കമന്റിനെതിരെ. അതിനകത്ത് ശരിയാണ്, ഗ്രീഷ്മ ചെയ്യുന്നത് ന്യായീകരിച്ചല്ല ഞാൻ ആ കമന്റ് ഇട്ടേക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അവർക്കും പറയാനുണ്ടാവും. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊരു പെൺകുട്ടി, ഇപ്പൊ ഒരു പെൺകുട്ടി എന്ന നിലയിൽ അന്നത്തെ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു 2022 എനിക്കൊരു 19 20 വയസ്സ് എങ്ങാണ്ട് കാണത്തുള്ളൂ. ഇപ്പൊ എനിക്ക് 23 വയസ്സ്. അപ്പൊ അന്ന് എനിക്ക് ഓർമ്മയില്ല എത്ര വയസ്സ്. ആ ഒരു മൈൻഡ് സെറ്റിൽ എന്റെ ഇതെന്ന് പറഞ്ഞാൽ ചിന്ത വേറെയാണ്. പക്ഷെ 2026 എത്തുമ്പോൾ എന്റെ മൈൻഡ് സെറ്റ് വേറെ രീതിയിലായി. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു പെൺകുട്ടി അവർക്ക് ഒരാളോട് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും വിയോജിപ്പ് പ്രകടിപ്പിക്കും. അത് ചില ആൾക്കാർ അതിനെതിരെ ആസിഡ് ആക്രമണം, മറ്റേ ആക്രമണം, മറിച്ച് ആക്രമണം എന്ന് പറഞ്ഞിട്ട് അതിനും നടക്കും കുറെ ആൾക്കാർ ഇല്ലേ. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇപ്പൊ നമുക്കറിയില്ല ഗ്രീഷ്മയ്ക്ക് സംഭവിച്ചത് പകുതി മാത്രമേ ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. അതിന്റെ ഇടയ്ക്ക് ബാക്കി കാര്യങ്ങളുണ്ടായിരിക്കും. അവര് ഓൾറെഡി ആ സമയത്ത് ഏതോ മീഡിയസ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതൊരു മീഡിയയിൽ ഞാൻ കേട്ടാണ് പറയുന്നുണ്ടായിരുന്നു, ഷാരോനോട് ഗ്രീഷ്മ ഓൾറെഡി പറഞ്ഞതാണ് ഗ്രീഷ്മയ്ക്ക് താല്പര്യമില്ല, ഇപ്പോൾ അവർ വേറെ ഒരു ഇതിലേക്ക് എൻഗേജ് ഒരാളുമായിട്ട് ഇഷ്ടത്തിലാണ്, അവർ വിവാഹം ഉറപ്പിക്കും, അങ്ങനെ എന്തോ ചെയ്തു. അപ്പോൾ അവന്റെ ജീവിതം അവന്റെ വീട്ടുകാരെ വേണമെങ്കിൽ അവൻ ഉറപ്പായിട്ടും അത് വേണ്ടാന്ന് വെച്ചേനെ. അതിന് പകരം അവളെ നമുക്കറിയില്ല ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ നടന്നിട്ടുള്ളതാണ്. ഞാനോ നിങ്ങളോ ഗ്രീഷ്മയുടെ വീട്ടിലോ നാട്ടിലോ ഒന്നും പോയി നിന്നിട്ട് കാര്യങ്ങളൊന്നും ഇല്ല. നാട്ടിലുള്ളവർക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഇങ്ങനിപ്പോ ഒരു കമന്റിന് ഇത്രയും റിപ്ലൈ വരാനായിട്ട് പ്രത്യേകിച്ച് തോന്നില്ല. അതിന്റെ ഒരു റിപ്ലൈ വന്നേക്കുന്നത് എന്റെ വീട്ടിലും ഉണ്ടാവില്ല ഒരാള്, ആ ചേട്ടനും ഇതുപോലെ കഷായം. ഞാൻ അത്ര മണ്ടിയല്ല അവളെ പോലെ. കാരണം ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ആള് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അവള് അത് ചെയ്യാൻ അവളെ ഇതാക്കിയത് പല കാരണങ്ങളുണ്ടായിരിക്കും, അറിയില്ല നമുക്ക്. ഇന്നത്തെ കാലത്ത് ബ്ലാക്ക് മെയിലും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതാ. ചിലപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാകാം, ചിലപ്പോൾ അതുകൊണ്ട് പല രീതിയിൽ അവൾ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്ന് അവൾ ഓൾറെഡി തന്നെ പറയുന്നുണ്ട്. അതും ഇതാക്കാതായിരുന്നപ്പോഴാണ് അവൾക്ക് അത് കൊടുക്കേണ്ടി വന്നത്. ഞാൻ അതും ചെയ്യില്ല, ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം, ഞാൻ അതും ചെയ്യില്ല. അങ്ങനെ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ, ഒരിക്കലും ഞാൻ ചെയ്തില്ല. അത് മണ്ടത്തരമാണ് ഗ്രീഷ്മ ചെയ്തത്, അത് വളരെ മണ്ടത്തരമാണ്. ഇത്രയും പഠിച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒരു കാര്യത്തെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ദൃശ്യം ഏറ്റെടുത്തു. എന്തുകൊണ്ട് ദൃശ്യം നിങ്ങൾ ഏറ്റെടുത്തു? അതിൻ്റെ അകത്ത് നായകൻ വിജയിച്ചു, നായകനാണ് കുറ്റം ചെയ്തത്. ഇത് നായകൻ 2 പാർട്ടിയും രക്ഷപ്പെട്ടു പോകുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, അവരനുഭവിക്കുന്ന വേദന തന്നെ അതിലൊരു കുറ്റമല്ലേന്ന്. എന്തുകൊണ്ട് ഇതിൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? പക്ഷെ ഞാൻ അങ്ങനെ നിങ്ങൾ ചിന്തിക്കണമെന്നല്ല പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ ആ കമന്റ് മീൻസ് നിങ്ങൾക്ക് നമ്മൾ ചിന്തിക്കാമല്ലോ, ഗ്രീഷ്മ എങ്ങനെ തെറ്റ് ചെയ്തു. അവളുടെ നാട്ടുകാരെല്ലാം അറിഞ്ഞ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ അവരുടെ വീട്ടുകാരും ഇത്രയും കാര്യങ്ങൾ അനുഭവിക്കുന്നു. അവരുടെ വീട്ടുകാരും അനുഭവിക്കുന്നില്ലേ കാര്യങ്ങളൊക്കെ? പിന്നെ ഷാരോന്റെ വീട്ടുകാർ അനുഭവിക്കുന്നത് അതും അവരും അനുഭവിക്കുന്നുണ്ട്. ഷാരോൺ മരിച്ചത് ഗ്രീഷ്മനെ ഒരിക്കലും ഞാൻ ന്യായീകരിച്ച് പറയല്ല. പക്ഷെ ഞാനൊരു കമന്റ് ഇട്ടതിനെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ, അവർക്കും പറയാൻ കാണില്ലേ പലതും. ജസ്റ്റ് നമുക്കൊന്ന്
ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് ആ കമന്റ് വായിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആ ഇട്ട കമന്റിന് പല അർത്ഥങ്ങളുണ്ട്, മനസ്സിലായില്ല? ആ ഒരു കമന്റില് ഭീഷ്മയെ എന്താ നല്ല പുണ്യാളത്തിയാക്കി ഞാൻ ചിത്രീകരിച്ചതല്ല. നിങ്ങൾ ജസ്റ്റ് നീ ചിന്തിച്ചു വെക്കുക, അതിലേക്ക് അവളെ എത്തിക്കാൻ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഭീഷ്മ ചെയ്തത് തെറ്റാണ്, ഷാരൂഖിനെ കൊന്നത് തെറ്റാണ്, വലിയ തെറ്റാണ്. അവർക്ക് ശിക്ഷ കിട്ടണം, ശിക്ഷ കിട്ടാനാ ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പൊ അവര് എന്താ ജാമ്യം കൊടുത്തിട്ടുള്ളത് പലതും വെച്ചിട്ടായിരിക്കും. ഒന്നുമില്ലാത്ത കോടതി ഒന്നും ചെയ്യില്ല, ഇല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇതിന് എതിരെ എനിക്കിടുന്ന കമന്റുകൾ, നീ നീ എന്നുള്ള പരാമർശം, നീ എന്ന് പറഞ്ഞ പരാമർശം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു മറുപടി പറയും. നിങ്ങളുടെ വീട്ടിലുള്ളവരൊക്കെ നീ എന്ന് വിളിക്കാൻ തന്നെ ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട് തിരിച്ച്. അപ്പൊ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നു, നീ നീ എന്ന് പറഞ്ഞതിൽ കടിച്ചു തൂങ്ങണ്ട. കടിച്ചു തൂങ്ങും, കാരണം എന്നെയല്ല നീ എന്ന് വിളിച്ചത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് എന്നെ നീ എന്ന് വിളിക്കുന്നത്. എനിക്ക് നല്ലൊരു പേരുണ്ട്, താങ്കൾക്ക് എന്റെ പേര് വിളിക്കാം, ഇല്ലേ? നിങ്ങൾക്ക് എന്റെ പേര് വിളിക്കാം. അതിന്റെ ഒരു സ്ത്രീനെ നീ, അവള്, ഇവള് ഒന്നും വിളിക്കുന്നത് നല്ലതല്ല. ഓക്കെ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനൊരു കമന്റ് ഇട്ടു. അപ്പൊ ഞാന് എന്താ പറയാ, ആ കമന്റിലാണ് എല്ലാരും ഇവിടെ. അത് കുഴപ്പമില്ല, അത്യാവശ്യം റീച്ച് എൻ്റെ കൂടെ കിട്ടട്ടെ. എന്തായാലും അത്രയ്ക്ക് എന്താ വിസിറ്റിംഗ് ഒന്നും ഇല്ലാതെ എൻ്റെ പേജ് വെറുതെ കിടക്കായിരുന്നു. ഇപ്പൊ അത്യാവശ്യം എല്ലാ ആൾക്കാരും വന്ന് കയറി പോയി നോക്കിയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇങ്ങനൊരു ഇത് നടന്നപ്പോ എനിക്ക് നിങ്ങളോടും കൂടെ പറയണമെന്ന് തോന്നി. ഓരോ കാലഘട്ടത്തിലും നമ്മളുടെ ചിന്താഗതി മാറിക്കൊണ്ടിരിക്കും, അത് മാത്രമേ എനിക്ക് പറയുന്നുള്ളൂ. വീണ്ടും ഞാൻ പറയുന്നു, ഗ്രീഷ്മ ചെയ്തതിനെ ഞാൻ ന്യായീകരിച്ച് പറഞ്ഞതല്ല. ഗ്രീഷ്മ ചെയ്തതും തെറ്റാണ്, പക്ഷെ അവരെ അതിലേക്ക് എത്തിക്കാൻ പല കാരണങ്ങളും ഉണ്ടായിരിക്കും. നമ്മൾ ഈ ആൾക്കാര് എല്ലാത്തിനെയും പകുതി അറിഞ്ഞിട്ട് കിടന്ന് ശബ്ദിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ബൈ. പറയാനും തോന്നി.